എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറിയംസ് ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? സേഫാണോ? ഞങ്ങളിവിടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും ഇഗ്നോറൻസ്, അവഗണന അങ്ങനെയൊക്കെ തോന്നലുണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയുള്ളൊരു ഇഗ്നോറൻസും നമ്മളെ ആരും അംഗീകരിക്കുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് വലിയൊരു നിരാശ ഉണ്ടാകാറുണ്ടല്ലേ? നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ജിജി. എൻ്റെ കുറേ പ്രിയപ്പെട്ടവരോട് ചോദിച്ചൊരു വീഡിയോയാണ്, അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ എടുത്തത്. നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കാതിരിക്കുമ്പോൾ, നമ്മൾ അർഹിക്കുന്ന സ്നേഹം നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശ, അതൊരു വലിയൊരു പെയിനാണ് അല്ലേ? സാരമില്ല, നമ്മളെ ഇങ്ങനെ മറ്റുള്ളവർ അവഗണിക്കുമ്പോൾ, നമ്മളെ പരിഗണിക്കാതിരിക്കുമ്പോൾ, നമ്മൾ ഒത്തിരി ആത്മാർത്ഥമായിട്ട് നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ, ആ സ്നേഹം നമുക്ക് തിരികെ ലഭിക്കാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇമോഷനില്ലേ, അതിന് പല കാരണങ്ങളുണ്ട്. ഒരു പക്ഷെ അവർ നമ്മളെ അവഗണിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ അതിനുള്ള റീസൺസ് ഒരു പക്ഷെ അവരുടെ കാര്യങ്ങളിൽ അവർ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും, വളരെ കോൺസെൻട്രേറ്റഡ്, നമ്മളെക്കാൾ ഉപരി മറ്റുള്ളതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു ടൈം അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കുകയില്ല. നമ്മളുടെ ചിന്തയാണ് അവർ നമ്മളെ അവഗണിക്കുകയാണ്, നമ്മൾ സ്നേഹിക്കുന്നില്ല, നമ്മൾ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും നമുക്ക് തിരിച്ച് ലഭിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ചിന്തയാണ്. അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മടങ്ങി വരുമെന്നേ നമുക്ക് കാത്തിരിക്കാൻ ക്ഷമയോടെ. എന്നാൽ ചിലരുണ്ട് നമ്മളെ മനഃപൂർവ്വമായിട്ട് അവഗണിക്കുന്നത്. നമുക്ക് നല്ല ജോലി ഇല്ലാത്തത് കൊണ്ട്, നമുക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട്, ഫാമിലി സ്റ്റാറ്റസ് ഇല്ലാത്തത് കൊണ്ട്, സൗന്ദര്യമില്ലാത്തത് കൊണ്ട്, അവരോടൊപ്പം നമുക്ക് നിൽക്കാനുള്ള ആ ഒരു സ്റ്റാറ്റസ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളെ അവഗണിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അത് നമ്മുടെ ഫാമിലിയിൽ നിന്നാകാം, പല റിലേഷൻഷിപ്പിൽ നിന്നാകാം, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നാകാം, നമ്മുടെ സ്കൂളിൽ, നമ്മുടെ കോളേജിൽ, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ, ചർച്ചസിൽ, ടെമ്പിൾസ്, എവിടെ ആയിരുന്നാലും അവർക്ക് നമ്മളെ അംഗീകരിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സൈലൻ്റായിട്ടിരിക്കുക. ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ പോകേണ്ട കാര്യമില്ല. അവരുടെ പുറകെ നമ്മൾ സ്നേഹം യാചിച്ചുകൊണ്ട് ചെന്നിട്ടും ഒരു കാര്യമില്ലെന്നേ. കാരണം അവർ നമ്മുടെ വാല്യൂസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അത് അവരുടെ ക്യാരക്ടറാണ്. നമ്മളെ മാനസികമായിട്ട് തളർത്തുന്നതിന് വേണ്ടി അവർ മനഃപൂർവ്വമായിട്ട് തിരഞ്ഞെടുത്തതാണ്. പിന്നെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊണ്ട് അവരുടെ അടുക്ക ചെന്നിട്ട് എന്താണ് കാര്യം? എന്നാൽ സൈലൻ്റായിട്ട് ഇരുന്നു കൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സക്സസ്സിലെത്തും. സൈലൻസ് ആണെന്നേ ഒത്തിരി ആർഗ്യുമെൻറ്റ്സിനേക്കാളും നല്ല വെപ്പണായിട്ടുള്ളത്. ഈ ലോകത്തിൽ ഒരാൾ നമ്മളെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നമ്മളെ അംഗീകരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്ന് വെച്ച് നമ്മുടെ ജീവിതം കഴിഞ്ഞു പോവുമോ? ഈ ലോകം അവസാനിക്കുമോ? എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് പലപ്പോഴും അങ്ങനെയുള്ള സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ, ആ അംഗീകാരം കിട്ടാതെ വരുമ്പോൾ ജീവിതത്തിൽ നിരാശ വന്നിട്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ച അനേക സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? എന്നാലൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ എത്ര ധന്യമായ ജീവിതമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ദൈവം എപ്പോഴും നമ്മളോട് പറയുന്നത് നമ്മൾ യുണീക്കാണ്, നമ്മൾ പ്രഷ്യസാണ്. ദൈവത്തിന് ഒത്തിരി സ്നേഹം ഉള്ള നമ്മളോട്. ദൈവത്തിനൊരു പാർഷ്യാലിറ്റിയും ഇല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഒരുപോലെ. ഈ ലോകമാണ് നമ്മളെ വിധിക്കുന്നത്, ഈ ലോകമാണ് നമ്മളെ അംഗീകരിക്കാതിരിക്കുന്നത്. എന്നാൽ ഒരാൾ നമ്മളെ അംഗീകരിക്കുന്നില്ല എന്ന് വരുമ്പോൾ മറു സൈഡിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി നല്ല മനുഷ്യരുണ്ടെന്നേ. അവരെ നോക്കിയാൽ മതി. മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുമ്പോൾ നമ്മുടെ വാല്യൂസിനെ കീപ്പ് ചെയ്തുകൊണ്ട് അവരെ ചേസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഡിഗ്നിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക. നമ്മൾ എത്ര തന്നെ എക്സ്പ്ലനേഷൻസ് കൊടുത്താലും അവർക്കത് മനസ്സിലാകണമെന്നില്ല. കാരണം അത് അവരുടെ ചിന്തയിൽ പോലും ഇല്ല നമ്മളെ അംഗീകരിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരോട് യാതൊരു തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റിനും പോകാതിരിക്കുക.
എന്തുകൊണ്ടെന്നാണ് അവർ നമ്മളെ അംഗീകരിക്കാതിരിക്കുന്നത്? നമ്മുടെ വാല്യൂസ്, നമ്മുടെ സ്നേഹം അവരർഹിക്കുന്നില്ല, അതിനവർ ഡിസേർവ്ഡ് അല്ല. അതുകൊണ്ടാണ്. അങ്ങനെയൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാലോ നമ്മളോട് തന്നെ നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാകും. നമ്മുടെ ആ സെൽഫ് റെസ്പെക്റ്റ്, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ആ ചിന്തകളെ തന്നെ നമ്മളിത് മാറ്റിക്കളയുക. ആ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ വേണ്ട. മുമ്പോട്ട് പോകുക. ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നേ. നല്ലൊരു നാളെ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മളിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട്, നമ്മുടെ ക്രിയേറ്ററിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സക്സസ് വരും. ആ സക്സസ് കാണുമ്പോൾ ഒരു പക്ഷെ അവർ മടങ്ങി വരാം. ആ മടങ്ങി വരവിൽ നമ്മളെടുക്കേണ്ട ചില വയസ്സായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ഇവർ ആത്മാർത്ഥമായിട്ടാണോ മടങ്ങി വരുന്നെങ്കിൽ ഇരു കൈ നീട്ടി അവരെ സ്വീകരിക്കുക, സ്നേഹിക്കുക. അല്ല, വീണ്ടും ഒരു മാനസികമായിട്ട് നമ്മളെ തളർത്തുവാനാണ് വരുന്നതെങ്കിൽ മനഃപൂർവ്വമായിട്ട് അവരെ അവോയ്ഡ് ചെയ്യുക. അവർക്ക് മനസ്സിലാകണം നമ്മുടെ ആബ്സൻസ് അവരിൽ വളരെ വലിയ ഒരു ശൂന്യതയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു കൂട്ടം മനുഷ്യർ നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോൾ അവർക്കൊപ്പം നിൽക്കുവാനുള്ള ഒരു വാല്യം നമ്മൾക്കില്ല എന്ന് അവർ ചിന്തിക്കുമ്പോൾ അത് അവരുടെ ഇടുങ്ങിയ ചിന്താഗതിയാണ്. അത് നമ്മുടെ കുറ്റമല്ല. അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. നമ്മളെ സ്നേഹിക്കുന്ന കുറേ നല്ല മനുഷ്യർ നമ്മളോടൊപ്പം ഉണ്ട്. മുമ്പോട്ട് തന്നെ പോകുക. നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ ഏറ്റവും നന്മയുള്ള കാര്യങ്ങൾ ചെയ്ത് നന്മയുള്ള മനുഷ്യരോട് സഹകരിച്ച് അവരെ സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ വരും ദിവസങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ. ധൈര്യമായിരിക്കുക. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതം ഒത്തിരി പ്രഷ്യസാണ്. അതിനൊരു ലൈഫിനൊരു പർപ്പസ് ഉണ്ട്. ഈ ഒരു ചെറിയ ജീവിതം കുറച്ച് പേര് നമ്മളെ അംഗീകരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നും പറഞ്ഞ് നഷ്ടപ്പെടുത്താനുള്ളതല്ല. എന്നാൽ ഈ ലോകത്തിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുള്ള അനേക കാരണങ്ങളുണ്ട്. അതിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ സക്സസ്സിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, നമ്മുടെ വാല്യൂസിനെ കീപ്പ് ചെയ്തുകൊണ്ട്, നമ്മുടെ ഡിഗ്നിറ്റിയെ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ ഈ ലോകം അംഗീകരിക്കും ഒരു ദിവസം. അതിനായിട്ട് കാത്തിരിക്കാം. വീണ്ടും കാണുന്നവരെയും എവിടെയായിരുന്നാലും സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. God bless you. Take care. Bye.